നമസ്കാരം. ശബരിമലയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായി പുറത്തേക്ക് വരുന്നുണ്ട്. CPM നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡ് ഈ പണമെല്ലാം അടിച്ചു മാറ്റിയെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ CPM ആശ്വാസം കൊണ്ടത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്. തന്ത്രി CPM-കാരൻ അല്ലാത്തതുകൊണ്ട് തന്നെ, തന്ത്രി കുടുംബം ശബരിമലയുടെ പാരമ്പര്യാവകാശത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ തങ്ങൾ തലയൂരും എന്നവർ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടെ രക്ഷപ്പെട്ടു എന്ന അവസ്ഥയിലാണ് CPM-ൻ്റെ പോക്ക്. തന്ത്രി നിരപരാധിയാണെന്നും ഒരിക്കലും അയ്യപ്പനെ മോഷ്ടിക്കില്ലെന്നും തന്ത്രിയെ കുടുക്കി തലയൂരാൻ CPM ശ്രമിക്കുന്നതാണ് എന്നുമാണ് തന്ത്രിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. എന്നാൽ വാസ്തവം എന്താണ്? തന്ത്രിയും മന്ത്രിയും നേതാക്കളും എല്ലാം കണക്കാണ് എന്നതാണ് വാസ്തവം. തന്ത്രി കുടുംബത്തിൻ്റെ ബന്ധുവായ രാഹുൽ ഈശ്വരെ പോലുള്ളവർ വലിയ വായിൽ തറപ്പിച്ച് പറയുന്നത് ഒരു തരത്തിലും ബന്ധമില്ല തന്ത്രിക്ക്. തന്ത്രി സാത്വികനാണ്, തന്ത്രിയെ ബോധപൂർവം കൊടുക്കുന്നതാണ് എന്നാണ്. മറുനാടന് നൽകിയ പോഡ്കാസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വർ. ആ കള്ളത്തരത്തിൻ്റെ എക്സ്റ്റെൻറ്റ് ആലോചിച്ച് നോക്കൂ. സ്വർണ്ണക്കൊള്ള ഭാഗ്യമാക്കാൻ ഞാൻ അപ്പം തന്നെ വീട്ടിൽ ഞാൻ കണ്ട രാജീവരുടെ അടക്കം വീട്ടിൽ വിളിച്ചു. എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ കൂടെ ഞങ്ങൾ ജയിലിൽ കൊണ്ടുപോയി ഒന്നും സംഭവിച്ചിട്ടില്ല. കാര്യം അടുത്ത പ്രാവശ്യം ജാമ്യം ഡിനൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു വകുപ്പ് വേണം. സോ കോടതി വന്ന് പറയണം. കോടതിയിൽ എത്ര മിനിറ്റ് കിട്ടും? 5 മിനിറ്റ് കിട്ടും, 10 മിനിറ്റ് കിട്ടും. ഈ സാധനങ്ങൾക്ക് ഡീറ്റെയിൽ ഹിയറിങ്ങിനാണെങ്കിൽ 1 മണിക്കൂർ കിട്ടുമായിരിക്കും. തന്ത്രി ഹാസ് പാർഷ്യലി കൺസിഡർഡ് ഹിസ് റോൾ ഇൻ ദ മണി ഹേസ്റ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഹേസ്റ്റ്. എന്താ ഈ പാർഷ്യലി കൺസിഡർഡ്? സ്വർണ്ണം എടുത്തുകൊണ്ട് പറഞ്ഞു. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ വിധിയുണ്ട്, പേജ് നമ്പർ 81. ജസ്റ്റിസ് ബദറുദ്ദീൻ എടുത്തെഴുതുന്നുണ്ട് തന്ത്രിയോട് അനുമതി ചോദിച്ചു എന്നുള്ളൊരു കള്ളമാണ്, ഒരു നുണയാണെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ വിധിന്യായത്തിൽ, ബെയിലിൽ നിശ്ചയിച്ച വിധിന്യായത്തിലാണ് എടുത്തെഴുതുന്നുണ്ട്. തന്ത്രി നിരപരാധിയാണെന്ന് അല്ല, തന്ത്രിയോട് അനുമതി ചോദിച്ചു എന്ന് പറയുന്ന, അതായത് അനുമതി ചോദിച്ചു എന്നുള്ള വിഷയത്തിലാണല്ലോ ആദ്യം അറസ്റ്റ് ചെയ്തത്. അത് കള്ളമാണെന്ന് ബദറുദ്ദീൻ സാറിൻ്റെ വിധിന്യായത്തിലുണ്ട്. അല്ല, രാഹുൽ പറയുന്നത് തന്ത്രി നിരപരാധിയാണെന്ന്. തന്ത്രി എൻ്റെ അമ്മാവനോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ടല്ല, ഇനി അതറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനും കണ്ഠര രാജീവരും പരസ്യമായി ഫൈറ്റ് ചെയ്ത വിഷയം പല വിഷയങ്ങളാണ്, കുടുംബ വിഷയങ്ങളടക്കം. മുത്തശ്ശിയെ, ദേവകി അന്തർജനത്തെ അറസ്റ്റ് ചെയ്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അപ്പോൾ എന്നെയാണ് അതിൽ ബ്ലെയിം ചെയ്തത്. അതായത് ഒരു അന്തർജനത്തെയും ബ്രാഹ്മണ സ്ത്രീയെ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിനൊക്കെ കൊണ്ടുപോയത് പുള്ളിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടില്ല. അത് അടക്കം പല വിഷയങ്ങളിലും പുള്ളി എനിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം 101% നിരപരാധിയാണ്. 3 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, അയ്യപ്പൻ്റെ അനുമതി മേടിക്കാത്തതുകൊണ്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്ത ആദ്യ ഗ്രൗണ്ട്. അയ്യപ്പൻ്റെ അനുമതി മേടിച്ചോ ഇല്ലയോ എന്ന് SIT-കാർക്ക് അയ്യപ്പൻ മൊഴി കൊടുത്തില്ലല്ലോ. 2, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം മേൽപ്പടി മുതലുകൾ ഉണ്ണികൃഷ്ണ പണിക്കർക്ക് കൊടുത്തു വിടുന്നത് തടഞ്ഞില്ല. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് എതിർത്തില്ല തന്ത്രി. ഇതാണ് 2ാമത്തെ കാര്യം. 3ാമത്തേത്, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. SIT-ക്ക് എങ്ങനെ അറിയാം? തന്ത്രിക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്ന് പറയുന്നവർ ഉയർത്തിക്കാട്ടുന്നത് തന്ത്രിയുടെ ആകെ ബാധ്യത ആത്മീയ കാര്യങ്ങളിലുള്ള മേൽനോട്ടമാണ്. ആ മേൽനോട്ടത്തിൽ വീഴ്ച പറ്റിയാൽ തന്ത്രി എങ്ങനെ ഉത്തരവാദിയാകും എന്നാണ് ചോദ്യം. ദേവസ്വം ബോർഡാണ് ശബരിമല ഭരിക്കുന്നത്, ദേവസ്വം ബോർഡാണ് ഒപ്പുവെക്കുന്നതും, ദേവസ്വം ബോർഡാണ് ഇടപാടുകൾ നടത്തുന്നതും. തന്ത്രി അറിയാതെ അതവർ ചെയ്തതിനെ തന്ത്രി എന്ത് പിഴച്ചു? എന്നാൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് ഈ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്ത്രിയുടെ റോളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, അതിലേക്കുള്ള തെളിവുകൾ എത്തിയിട്ടില്ലെങ്കിലും, തന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന നിരവധി രേഖകൾ SIT-ക്ക് ലഭിക്കുകയും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ആ അറസ്റ്റ് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ തന്ത്രി അറിയാതെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് പറയുന്നത് വ്യാജമാണ്. തന്ത്രി അറിഞ്ഞിരുന്നു. തന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട്, ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റാൻ വേണ്ടി ദ്വാരപാലക ശില്പവും ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിയും ഒക്കെ ഇളക്കിക്കൊണ്ടുപോയത് തന്ത്രിയുടെ അനുമതിയോടെയാണ്. അത് നിയമലംഘനമാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതിയാണ്, ആചാരലംഘനമാണെങ്കിൽ തന്ത്രി പ്രതിയാണ്. ആചാരലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നെങ്കിൽ തീർച്ചയായും തന്ത്രിക്ക് വിവരമറിയാം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. എന്നാൽ തന്ത്രിക്ക് കുരുക്കാവുന്നത് അതൊന്നുമല്ല. അന്വേഷണ സംഘം എത്തപ്പെട്ടിരിക്കുന്നത് തന്ത്രിയുടെ അവിശ്വസനീയമായ നിക്ഷേപങ്ങളിലാണ്. അന്വേഷണ സംഘത്തിന് എത്തപ്പെടാൻ പരിമിതികളുണ്ടെങ്കിലും തന്ത്രിക്ക് കോടികളുടെ നിക്ഷേപം കേരളത്തിനകത്തും പുറത്തുമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് പ്രാഥമിക തെളിവുകൾ കിട്ടിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ധനകാര്യ ഇടപാട് സ്ഥാപനത്തിൽ ഏതാണ്ട് 2.5 കോടി രൂപ തന്ത്രി നിക്ഷേപിച്ചതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിചിത്രമായ സംഗതി അതല്ല, ഈ ധനകാര്യ സ്ഥാപനം പൂട്ടിപ്പോയെങ്കിലും തന്ത്രി
ആ പണം തനിക്ക് വേണം എന്ന് ക്ലെയിം ചെയ്തു പോലുമില്ല. അതാണ് വാസ്തവത്തിൽ തന്ത്രിയുടെ ഇടപാടുകളുടെ ദുരൂഹതയ്ക്ക് പ്രധാന തെളിവാകുന്നത്. 2.5 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടും അതേക്കുറിച്ചൊരു പരാതി പോലും പറയാതിരിക്കണമെങ്കിൽ ആ 2.5 കോടിയുടെ ഉറവിടം സ്വാഭാവികമായും സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പല നിക്ഷേപങ്ങളും പലയിടങ്ങളിലും തന്ത്രിക്കുണ്ടെന്നും അതേക്കുറിച്ചൊക്കെ തന്ത്രി കുറ്റകരമായ മൗനം പാലിക്കുന്നു എന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടെന്നും മോഷണം നടന്നു എന്നുമൊക്കെ പറയുന്ന തന്ത്രി ഈ 2.5 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് കിട്ടാതെ പോയ കാര്യം ഒരിക്കലും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നില്ല. അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ കണ്ടെത്തിയ ചില രേഖകളിൽ വ്യക്തമാവുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ കോടികളുടെ നിക്ഷേപം തന്ത്രിക്കുണ്ട് എന്നതാണ്. അതിൽ ചിലത് തമിഴ്നാട്ടിലെ മദ്യനിർമ്മാണ കമ്പനികളിൽ പോലുമുണ്ട് എന്നത് ഞെട്ടിക്കുന്ന സംഭവമായി മാറുന്നു. തന്ത്രിയാണ്, ആചാരപാലകനാണ്, മദ്യത്തോടും മാംസത്തോടും അതിശക്തമായ വിരുദ്ധ നിലപാടുള്ള ആളാണ്. എന്നാൽ തന്ത്രിയുടെ നിക്ഷേപങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മദ്യനിർമ്മാണ കമ്പനികളിലാണ് എന്ന ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചെന്ന് അന്വേഷണ സംഘവുമായി ബന്ധമുള്ള ഒരു ഉറവിടം തന്നെയാണ് മറുനാടിനോട് വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിലേക്ക് കടക്കാൻ അധികാര പരിമിതി ഒരു വിഷയമായി ഈ SIT കാണുന്നു. ഇതര സംസ്ഥാനങ്ങളിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന പോലീസിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്ത്രിയുടേതടക്കം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മുഴുവൻ പേരുടെയും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ സീൽ ചെയ്ത് കോടതിയുടെ അനുമതിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തീരുമാനം. കൂടുതൽ വിശദാംശങ്ങൾ ED കണ്ടെത്തട്ടെ, അവർക്കതിനുള്ള അധികാരമുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അഭിപ്രായപ്പെടുന്നത്. തന്ത്രിക്ക് മദ്യനിർമ്മാണ കമ്പനികളിൽ പോലും നിക്ഷേപമുണ്ട് എന്ന കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിന് വിശദാംശങ്ങൾ അന്വേഷിക്കാൻ അവർ മെനക്കെടാതെ ലഭിച്ച വിവരങ്ങൾ EDക്ക് കൈമാറി കാത്തിരിക്കുകയാണ്. ഏതറ്റം വരെ പോകും അന്വേഷണമെന്നറിയാൻ. ഇതിനിടയിൽ EDയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതുവരെ നടന്ന പ്രാഥമിക അന്വേഷണത്തിൽ സകല പ്രതികൾക്കും കോടികളുടെ കണക്കിൽപ്പെടാത്ത വരുമാനമുണ്ടെന്നാണ്. ഇവയെല്ലാം കള്ളപ്പണമാണെന്നും കണ്ടെത്തുന്നു. എന്നാൽ തന്ത്രിയുടേതടക്കമുള്ള നിക്ഷേപങ്ങളിലേക്ക് വിശദമായ അന്വേഷണം ഇതുവരെ ED ആരംഭിച്ചിട്ടില്ല. അതിന് EDയുടെ മേൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ എന്നും വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല തന്ത്രി മദ്യവ്യാപാരത്തിൽ പോലും പണം നിക്ഷേപിച്ചു എന്ന് തെളിയിക്കുന്ന രേഖകൾ ലഭിക്കുമ്പോൾ എങ്ങനെ വിശ്വാസികൾ സഹിക്കും? തന്ത്രിയെ ന്യായീകരിക്കുന്നവർ ഒക്കെ ഇനി എന്തു മറുപടി പറഞ്ഞ് തലയൂരും? ഒരുപക്ഷെ ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാവാം ഇന്നലെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെ എടുത്തിട്ട് അലക്കിയതും വിമർശിച്ചതും. എങ്ങനെയാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഇന്നലെ ചോദിച്ചത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഈ കൊള്ളയുടെ സൂത്രധാരനായിരുന്ന മുരാരി ബാബു ജാമ്യം ലഭിച്ചു പുറത്താണ്. പത്മകുമാറും വാസുവും അടക്കം പെരുങ്കള്ളന്മാരൊക്കെ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്ന സാഹചര്യം തെളിഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് 90 ദിവസമായിട്ടും നിങ്ങൾക്ക് കുറ്റപത്രം സമർപ്പിച്ച് ഈ പ്രതികളെ ജയിലിൽ തന്നെ പാർപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. എന്നാൽ അന്വേഷണം പൂർണ്ണമാവാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ അത് പ്രതികൾ പിന്നീട് രക്ഷപ്പെടുന്നതിന് കാരണമാകുമെന്നും ഇപ്പോൾ അവർ ജയിലിന് പുറത്തിറങ്ങിയാലും അന്വേഷണം പൂർണ്ണമാവട്ടെ, തെളിവുകൾ പൂർണ്ണമാവട്ടെ എന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ശബരിമല കേസ് കൈകാര്യം ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ചാണ്. വാസ്തവത്തിൽ 2 ബെഞ്ചുകളാണ് ഈ കേസുകൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് V. ജയകുമാറും അടക്കമുള്ള ദേവസ്വം ബോർഡാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളുമാണ് 2 ബെഞ്ചുകളും നടത്തുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് KP ശങ്കരദാസിനെ പോലും ജയിലിലടക്കേണ്ടി വന്നത്. 2 ബെഞ്ചുകൾ ഒരു പരിധിവരെ ബാലൻസിങ്ങിന് ഗുണകരമാണെന്ന് വിലയിരുത്തുകയാണ് പല നിരീക്ഷകരും. ഇന്ന് തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തുമ്പോൾ ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട സൂചനകൾ വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിന് വിശദാംശങ്ങൾ കൈമാറുന്നില്ലെങ്കിലും വലിയ നിക്ഷേപം തന്ത്രിയുടെ പേരിൽ ഉള്ളതുകൊണ്ട് തന്നെ തന്ത്രിക്ക് ജാമ്യം കൊടുക്കരുത് എന്ന നിലപാടായിരിക്കും അന്വേഷണ സംഘം എടുക്കുക. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ശബരിമലയിലെ അയ്യപ്പ കള്ളന്മാർക്ക് ജാമ്യം കിട്ടുന്നത് വിശ്വാസികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചിട്ടും
90-ാം ദിവസം പ്രതികൾ പുറത്തിറങ്ങുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇനിയുള്ളവരെയെങ്കിലും ജയിലിന് പുറത്തിറക്കാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞെങ്കിലും പുതിയ കേസുകൾ ചുമത്തി അവരെ ജയിലിൽ തുടരാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും ശബരിമല തന്ത്രിയെ വെളുപ്പിച്ചെടുക്കാനുള്ള നീക്കം പൊളിഞ്ഞുപോയി എന്ന സൂചന തന്നെയാണ് അന്വേഷണ സംഘം പുറത്തുവിടുന്നത്.